എഫെസോസ് 2:14 മുതലുള്ള തിരുവചനം. അവൻ നമ്മുടെ സമാധാനമാണ്, ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി ഇരുകൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കാനും കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരുകൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ കുരിശിൽ മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 2025 പ്രവേശിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു മേഖല ഈ ശത്രുതയുടെ മതിലുകൾ തകർക്കാനുള്ള വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ശത്രുതയുടെ മതിലുകൾ എന്ന് പറയുന്നത്, മതിൽ കെട്ടിയാൽ പിന്നെ ആ കോട്ടയ്ക്കുള്ളിലേക്ക് മറ്റാർക്കും കിടക്കാൻ പറ്റില്ല. ശത്രുതയുടെ മതിൽ കെട്ടിയാൽ ദൈവത്തിന് അവൻ്റെ കുടുംബത്തിലേക്കോ വ്യക്തിപരമായ മേഖലകളിലൊക്കെ ഇറങ്ങി വരാൻ സാധിക്കില്ല. അതാണ് ഈ മതിൽ കെട്ടുന്നതിൻ്റെ പ്രധാന കാരണം. ഹല്ലേലൂയ. ആ മതിൽ കെട്ടി ഒരു ഗേറ്റും കൂടി ഇടുകയാണെങ്കിൽ പിന്നെ ഭൂമിയിൽ ഒരു മനുഷ്യനും നമ്മുടെ ഭൂമുഖത്തേക്ക് നമ്മുടെ വളപ്പിലേക്ക് കയറുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ശത്രുതയുടെ മതിൽ എന്ന് പറഞ്ഞാൽ മതിൽ കെട്ടി വെച്ചിരിക്കുകയാണ് മറ്റൊരു വ്യക്തിയിൽ നിന്ന്, മറ്റൊരിടത്തിൽ നിന്ന് നമ്മൾ മതിൽ കെട്ടി നമ്മളെ വേദനിച്ച് മാറ്റിവെക്കുകയാണ്. അതാണ് പൗലോസ്ലീഹ പറയുന്നത്, ശത്രുതയുടെ മതിലുകൾ പൊളിയണം. ശത്രുത അവസാനിപ്പിക്കാതെ അതിനെ മുറുകെ പിടിക്കുന്നതാണ് രോഗശാന്തി കിട്ടാത്തതിൻ്റെ കാരണം നമുക്ക് ഏതെങ്കിലും വ്യക്തിയോടൊരു വെറുപ്പ് കിടന്നാൽ അത് നമ്മൾ ക്ഷമിക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവിടെ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുന്നില്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ രോഗമാണ്. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഒരു വ്രണം പഴുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ട്രീറ്റ്മെൻറ്റിന് നമ്മുടെ ചെറിയ ഒറ്റമൂലികളൊന്നും വലിക്കാതെ വരും. പിന്നെ വലിയ ചികിത്സകൾ നേടേണ്ടി വരും. ഇത് തന്നെയാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. ശത്രുതയുടെ മതിലുകൾ പൊളിക്കുന്നില്ലെങ്കിൽ അത് അനുരഞ്ജനത്തിൻ്റെ വഴി അടയ്ക്കുകയും പിന്നീടുള്ള വഴികൾ മുഴുവനും അത് നമുക്ക് നാശത്തിന് കാരണമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളിരുന്ന് ചിന്തിക്കേണ്ട വഴികൾ, ഈശോയെ, എൻ്റെ ഉള്ളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന വെറുപ്പിൻ്റെ, വേദനയുടെ, ഭാരത്തിൻ്റെ, പകയുടെ, വിദ്വേഷത്തിൻ്റെ, പ്രതികാരത്തിൻ്റെ ആ കൂമ്പ് അത് നുള്ളിക്കളഞ്ഞ് എന്നെ പുതിയ വർഷത്തിലേക്ക് നല്ല കളങ്കമില്ലാത്ത കുഞ്ഞാടായി പ്രവേശിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഒരു വ്യക്തിയുടെ ഉള്ളിൽ ശത്രുത ഇരുന്നാൽ എന്താ പ്രശ്നം? നമുക്കാരോടാണോ വെറുപ്പുള്ളത് ആ വ്യക്തിയുടെ പിന്നാലെ നമ്മുടെ മനസ്സിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ആ വ്യക്തി നമ്മളെ ഇമോഷണലായിട്ട് നയിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വന്നാൽ ഒരു പ്രശ്നമുണ്ട്. ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചായിരിക്കും നമ്മുടെ ജീവിതം മുഴുവൻ കിടക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഒരു കാര്യം കാണാം. അബ്സലോമിൻ്റെ സഹോദരനായ അമ്നോൻ അബ്സലോമിൻ്റെ സഹോദരിയായ താമാർ എന്ന് പറയുന്ന പെൺകുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ബലാത്സംഗം ചെയ്തു. ആ നിമിഷം മുതൽ അബ്സലോം അവനോട് ഒരക്ഷരം പോലും ഗുണമോ ദോഷമോ ഒന്നും പറയാതെ അത് മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു. പിന്നീട് ആ വ്യക്തി ചെയ്ത പ്രവൃത്തി, അബ്സലോം ചെയ്തത്, ഒരു വലിയ വിരുന്നിന് സ്വന്തം സഹോദരൻ അമ്നോനെ ക്ഷണിക്കുകയും ആ വിരുന്നിൽ വെച്ച് അവന് കണക്കില്ലാതെ മദ്യം ഊറ്റിക്കൊടുക്കാൻ സഹശുശ്രൂഷകരോട് കൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ കണക്കില്ലാതെ മദ്യം കുടിച്ച് ലക്ക് കെട്ടുകഴിഞ്ഞപ്പോൾ മറ്റ് പാലകരോട്, അവിടെ നിന്നവരോട് പറഞ്ഞു, ഇവനെ വെട്ടുക. ഞാൻ വെട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ തുരുതുര വെട്ടിക്കൊള്ളണം. അങ്ങനെ അവർ വെട്ടി. അവൻ മരിക്കുവോളം അവനെ വെട്ടി. പിന്നീട് തുറന്നു പറയുന്നൊരു വാക്കിതാണ്, താമാറിനെ അപമാനിച്ച നിമിഷം മുതൽ അബ്സലോം ഈ പ്രവൃത്തി ചെയ്യാൻ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തതായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ശക്തിയുടെ ഹല്ലേലൂയ. ഇതാണ്, ഒരു വ്യക്തി വെറുപ്പ് ഉള്ളിലിരുന്നാൽ
ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചായിരിക്കും നമ്മുടെ മുഴുവൻ ചിന്തകളും പോകുന്നത്. നല്ല ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാനുള്ള വഴികൾ അടയ്ക്കപ്പെടും. അതാണ് ശത്രുതയുടെ മതിൽ എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട്, ഒരു വ്യക്തിയെ നമ്മൾ വെറുക്കുമ്പോൾ സംഭവിക്കുന്നത് അയാളുടെ മുഴുവൻ പ്രവൃത്തികളും എനിക്കെതിരായിട്ടാണെന്ന് നമ്മൾ പ്രസ്താവിക്കും. അങ്ങ് മാറി നിന്ന് രണ്ടുപേരും ഒരുമിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറയും അത് എനിക്കെതിരായിട്ടാണ് സംസാരിക്കുന്നതെന്ന്. ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. രണ്ടുപേര് മാറി നിന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ഒരു മുൻവിധി ഇതാണ്, ആ വ്യക്തി എനിക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞൊരു വാക്കിതാണ്, ഞാൻ ഒത്തിരി കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന വ്യക്തിയാണ്, എന്നാൽ എൻ്റെ സഹോദരങ്ങളുമായിട്ട് അല്പം ഇടർച്ച എനിക്കുണ്ട്. ഇടർച്ചയുണ്ടെന്ന് മാത്രമല്ല, ഈ ഇടയായിട്ട് കൊന്ത ചൊല്ലാനിരിക്കുമ്പോൾ ഒക്കെ എനിക്ക് ഉറക്കം വരുക. അപ്പം ഞാൻ പറഞ്ഞു, ഉടനെ നീ അനുദപിച്ച് നല്ലൊരു കുമ്പസാരം നടത്തപ്പോൾ ഉറക്കമൊക്കെ മാറിക്കോളും, അല്ലെങ്കിൽ കുമ്പസാരിച്ചൊരു കുർബാന കൂടുമ്പോൾ അത് കർത്താവ് നേരെ ആയിക്കോളും. ഇനി അതും പറ്റില്ലെങ്കിൽ നീ ഒരു ദിവസം ഉപവസിച്ചു പ്രാർത്ഥിക്കുക, എന്നിട്ട് കുർബാന സ്വീകരിക്കുക. അപ്പം നിൻ്റെ ഉള്ളിൽ ആ വെറുപ്പ് മാറും, അതോടുകൂടി പ്രാർത്ഥന തിരിച്ചു വരും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും പിന്നെയും വരുന്നില്ല. രണ്ടാമത് ആ സഹോദരി എന്നെ വിളിച്ചിട്ട് പറയാണ്, ബ്രദറെ, എൻ്റെ ചേട്ടന് കൂടോത്രക്കാരുമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ട് അവൻ എന്തോ ചെയ്തതാണ് എൻ്റെ ഈ നാശത്തിൻ്റെ കാരണം. എൻ്റെ പ്രാർത്ഥന അവൻ കൂടോത്രം ചെയ്ത് മുടക്കിയിട്ടിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ സഹോദരിമാർ ഇതിനകത്തും ഉണ്ട്. ഹല്ലേലൂയ, ശക്തിയുടെ ഹല്ലേലൂയ. എൻ്റെ പ്രാർത്ഥനയെ കൂടോത്രം ചെയ്ത് ആവിചാരം ചെയ്ത് മുടക്കിയിട്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, മുഖത്തു നോക്കി പറഞ്ഞു, ചേച്ചി, ഇന്നു വരെയും ചൊല്ലിയ നന്മ നിറഞ്ഞ മറിയം എന്ന് പറയുന്നത് തത്തമ്മേ പൂച്ച പൂച്ച, തത്തമ്മേ പൂച്ച പൂച്ച എന്നായിരുന്നു. കാരണം ഒരു നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ ശക്തി എന്തെന്ന് ചേച്ചിക്ക് തിരിച്ചറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് കൂടോത്രം ചെയ്ത് അവൻ എൻ്റെ പ്രാർത്ഥനയെ, അവൻ എൻ്റെ ആത്മീയതയെ മുടക്കിയിട്ടിരിക്കുന്നു എന്ന് പറയാൻ കാരണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ഇത് പറയരുത്, ഒരിക്കലും അങ്ങനെ പറയരുത്. കാരണം മറ്റുള്ളവരാണ് എനിക്കെതിരെ എന്ന് ചിന്തിക്കുന്നതാണ് നമ്മളെ നശിപ്പിക്കുന്ന ഒന്നാമത്തെ ചിന്ത. എൻ്റെ നാശത്തിന് മുഴുവൻ കാരണവും മറ്റൊരു വ്യക്തിയാണെന്ന് ഞാൻ പറയുന്നതാണ് എൻ്റെ അടിസ്ഥാന നാശത്തിൻ്റെ കാരണം. ഹല്ലേലൂയ, ശക്തിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ മനുഷ്യൻ്റെ പിന്നാലെ നമ്മുടെ മനസ്സ് സഞ്ചരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി, പ്രിയപ്പെട്ടവരെ, അതിൻ്റെ നാശത്തിൻ്റെ കാരണം ഇവൻ തന്നെയാണെന്ന് നമ്മൾ വിധി എഴുതാനും കാരണമായി മാറും. അതുകൊണ്ടാണ് ബൈബിളിൽ പൗലോസ്ലീഹ പറയുന്നത്, ഈ വേലി നീ പൊളിച്ചിട്ട് സ്നേഹത്തിൻ്റെ മതിൽ കെട്ടിയേ പറ്റൂ. ഇനി ഒരു വ്യക്തിയുടെ ഉള്ളിൽ വെറുപ്പും വൈരാഗ്യവും ഇരുന്നാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു രാസമാറ്റം കടന്നു വരും. ഈ രാസമാറ്റം കടന്നു വരുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ നിരന്തരമായിട്ട് ഒരു ഈ തലവേദന അനുഭവപ്പെടുന്നു, തുമ്മൽ അനുഭവപ്പെടുന്നു, അലർജി രോഗങ്ങൾ വരുന്നു, ശ്വാസം മുട്ടൽ, വലിവ്, ഇങ്ങനെയുള്ള രോഗങ്ങൾ നിരന്തരമായി ആ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് മോചനം പ്രാപിക്കാൻ എന്തൊക്കെ വഴികൾ എടുക്കണം? വെറുപ്പ് നമ്മുടെ ഉള്ളിൽ ഇരുന്ന ഒരു മരുന്ന് പോലും നമ്മുടെ ജീവിതത്തിൽ ഫലിക്കാതെ വരും. നമ്മുടെ തലയ്ക്കുള്ളിലേക്ക് ആരോ ആസിഡ് കോരി ഒഴിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മൾ പിന്നെ ചെന്നു ചേരും, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ വെറുപ്പിൽ നിന്നൊന്ന് മാറണം. നമ്മുടെ ശരീരം മുഴുവൻ ബേണിംഗ് സെൻസേഷൻ എന്ന് പറഞ്ഞാൽ ചുട്ടുപൊള്ളുന്ന വേദനയാണ് ചിലരുടെ ശരീരത്തിന്. കാരണം അന്വേഷിക്കുമ്പോൾ ഒന്നുമില്ല. ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ചെയ്താൽ ആ വ്യക്തി യാതൊരു കുഴപ്പമില്ല, പക്ഷേ വേദന വിട്ടു പോകുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ഈ വെറുപ്പ് ഇരുന്ന് അത് നമ്മുടെ തലയ്ക്കുള്ളിൽ ആസിഡ് പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിക്കുകയും അത് നമ്മുടെ തലയെ പ്രത്യേകമായ രീതിയിൽ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അലർജി, തുമ്മൽ, ജലദോഷം രോഗങ്ങൾ വരികയാണ്. ഒരിക്കൽ ബാംഗ്ലൂരിലെ സുൽത്താൻ പാളയ എന്ന് പറയുന്നൊരു സ്ഥലത്ത് ധ്യാനം നടക്കുക. രാത്രി ധ്യാനം കഴിഞ്ഞ് 9 മണിയായപ്പോൾ ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി, ഒരു 10-17 വയസ്സ് കഷ്ടി പ്രായമുണ്ടാകുമായിരിക്കും, ആ വ്യക്തി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, എന്നെ ഒന്ന് പ്രാർത്ഥിച്ചു വിടാവോ? ഞാൻ ആ തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കർത്താവ് ഒരു കാര്യം വെളിപ്പെടുത്തി തന്നു. നിനക്ക് വിട്ടുമാറാത്ത തുമ്മൽ, അലർജി രോഗങ്ങളുണ്ടല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു, ഇതാ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. വർഷങ്ങളായിട്ട് രാവിലെ എഴുന്നേറ്റാൽ 10-25 പ്രാവശ്യം തുമ്മും. ഞാനങ്ങനെ അവശയായി പോകും. ഞാൻ പോകാത്ത ഹോസ്പിറ്റലുകളുമില്ല,
ഞാൻ കാണാത്ത വൈദ്യന്മാരുമില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനാണ് ഈ ധ്യാനത്തിന് വന്നത്. ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ആരാടി നിന്റെ അപ്പൻ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് കള്ളി വെളിച്ചത്ത് വന്നത്. അവൾ പറഞ്ഞു, ഞാൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയത്ത് എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ ഒരുപാട് വേദനിപ്പിക്കുകയായിരുന്നു. അപ്പൻ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്, ലക്ഷങ്ങൾ വരുമാനം മാസമുള്ള ഉദ്യോഗസ്ഥനാണ്. അമ്മയാകട്ടെ വീട്ടിൽ ജോലി ചെയ്യുന്നു. അതുകൊണ്ട് വരച്ച വരയിൽ അമ്മയെ നിർത്തുന്നു. എല്ലാ മേഖലയിലും ചോദ്യം ചെയ്യാനോ വിമർശിക്കാനോ ഒരു കാര്യം പോലും ചോദിക്കാനോ സംസാരിക്കാനോ ഒന്നും ഒരു സൗകര്യമോ ഒരു സാവകാശമോ ആ കുടുംബത്തിലില്ല. ഇങ്ങനെ ഈ അമ്മ വീർപ്പ് മുട്ടി പലവട്ടം വേദനിച്ചും മനസ്സ് വേദനിച്ചും ഭാരപ്പെട്ടും ദുഃഖിച്ചും തളർന്നുമാണ് ഈ കുഞ്ഞിനെ ഉദരത്തിൽ സൂക്ഷിക്കുന്നത്. അങ്ങനെ ഉദരത്തിൽ സൂക്ഷിക്കുന്ന സമയം മുതൽ ഈ കുഞ്ഞിൻ്റെ ഉള്ളിൽ ഈ വേദനയുടെ ഭാരം ഈ കുഞ്ഞിന് താങ്ങേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈ കുഞ്ഞിൻ്റെ തുമ്മൽ അലർജി വിട്ടുപോകുന്നില്ല. ഞാൻ അപ്പനെ വിളിക്കാൻ പറഞ്ഞു, അപ്പനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പിറ്റേ ദിവസം അപ്പൻ ജോലി കഴിഞ്ഞ് വൈകിട്ട് വന്നു, അപ്പനെ കൂട്ടി വന്നു. ഞാൻ പറഞ്ഞു, പിതാവേ, ഈ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ എല്ലാ ദിവസവും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ എന്നിലൂടെ ഏതെങ്കിലും മാനസിക വിക്ഷോഭം, മാനസികമായ തളർത്തുന്ന വാക്കുകളോ പ്രശ്നങ്ങളോ ഈ കുഞ്ഞിനുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ, ഇതിൻ്റെ മുറിവ് വെച്ച് കെട്ടി സുഖപ്പെടുത്തണമേ, ഇതുമായിട്ട് ദൈവമേ അനുരഞ്ജനപ്പെടാൻ ഇടയാക്കണമേ. ദൈവസ്നേഹം കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ മുറിവുണക്കി എൻ്റെ കുഞ്ഞിൻ്റെ ഉള്ളിലെ വെറുപ്പ് മാറ്റി എൻ്റെ കുഞ്ഞിനെ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഈ പീഡ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ലാസ്റ്റ് ദിവസം ആ സഹോദരി വന്നിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ തുമ്മലോ അലർജിയോ 2 ദിവസമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, എനിക്ക് സൗഖ്യം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കരപേർത്ത് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശക്തിയോടെ സ്തുതിക്ക്. വെറുപ്പ് നമ്മുടെ ഉള്ളിലിരുന്നാൽ അത് വിദ്വേഷത്തിൻ്റെ വേരായിട്ട് വളർന്ന് അത് നമ്മളെ നശിപ്പിച്ച് കളയും. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഈ വെറുപ്പിരുന്നാൽ, അല്ല വേറൊരു മേഖല കിടക്കുന്നത് ഈ ഭയവും വെറുപ്പും വിരോധവും നമ്മുടെ തലയ്ക്കുള്ളിലിരുന്നാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ചില സ്വരങ്ങൾ കേൾക്കുന്നത് പോലെ നമുക്ക് തോന്നും. അപ്പൊ ചിലരെ കണ്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, എൻ്റെ ചെവിക്കുള്ളിലിരുന്ന് ആരോട് സംസാരിക്കുന്ന പോലെ ഒരു അനുഭവം എനിക്ക് തോന്നുന്നു. രാത്രി കിടക്കുമ്പോൾ കണ്ണു നിറച്ച് ഭീകര സ്വപ്നങ്ങൾ ഞാൻ കാണുന്നു. എന്തതിൻ്റെ കാരണമെന്ന് അറിഞ്ഞുകൂടാ. അത് പിന്നീട് ഒരു അന്ധവിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കും. ഏതൊക്കെയോ കൂടോത്ര ബന്ധത്തിൻ്റെ പരിണതഫലമാണ് ഇതെന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ കാരണമാക്കി മാറ്റും. അങ്ങനെയുള്ള വ്യക്തികൾ ശ്രദ്ധിച്ചോളണം. ആ വ്യക്തിയുടെ ഉള്ളിൽ വർഷാവർഷങ്ങളായിട്ട് കിടക്കുന്ന, ക്ഷമിക്കാതെ കിടക്കുന്ന മേഖലയിൽ, വേദനിപ്പിച്ച ഓർമ്മകളിൽ, തിരസ്കരണത്തിൻ്റെ മുറിവുകളിൽ ആ വ്യക്തി ഭാരപ്പെടുന്നത് കൊണ്ടാണ് ഇത്തരം വേദനകൾ ആ വ്യക്തി അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. നന്ദിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നമ്മുടെ ഉള്ളിൽ ഈ വെറുപ്പും വൈരാഗ്യവും തുടരെ ഇരുന്നാൽ ഏതൊരു വ്യക്തിയോടാണോ നമുക്ക് വെറുപ്പുള്ളത്, ആ വെറുപ്പുള്ള വ്യക്തിയുടെ തിന്മകൾ നമ്മളിലേക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കടന്നു വരും. ഒരു ഭാര്യയ്ക്ക് ഭർത്താവിനോട് വളരെ വാശിയോ വൈരാഗ്യമോ ഉണ്ടെന്ന് വിചാരിക്കാം. ആ ഭർത്താവിൻ്റെ ഏതു മേഖലയാണ് ഭാര്യ വെറുക്കുന്നത്, ആ മേഖലയിലുള്ള തിന്മകൾ ഈ സ്ത്രീയിലേക്ക് അല്ലെങ്കിൽ ആ പുരുഷനിലേക്ക് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്ത് കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചില പിള്ളേർ അപ്പൻ്റെ മദ്യപാനത്തെ ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യാൻ പാടില്ലെന്നല്ല ഞാൻ പറയുന്നത്, അത് ചെയ്യരുതെന്ന് പറയുന്നത് നല്ലത് തന്നെ. അപ്പൻ്റെ മദ്യപാനത്തെ കൂടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവൻ അപ്പനേക്കാൾ കൂടുതൽ വലിയ കുടിയനായി മാറും. കണ്ടോ, തിന്മ അവനിലേക്ക് പാസ് ചെയ്തു വന്നു. സമാന തിന്മ അവനെയും കീഴ്പ്പെടുത്താനിടയായി മാറും. അതിനു പകരം വിമർശനങ്ങളല്ലാതെ വിധിക്കുന്ന മൈൻഡ് മാറ്റിയിട്ട് അത് പ്രാർത്ഥനയാക്കി മാറ്റിയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വെറുക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ അടിയിലാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഭാവി അറിയാൻ പാടില്ലാത്ത ഒരു വ്യക്തിയുടെ മനസ്സിൻ്റെ കീഴിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മളെ തന്നെ. ഞാൻ ആരുടെ കീഴിൽ എൻ്റെ ജീവിതം അടിയറ വെക്കണമെന്ന് ഇവിടെ ഇരുന്ന് നമ്മൾ ചിന്തിക്കണം.
ഒരു വ്യക്തിയുടെ കീഴിലല്ല നമ്മുടെ ജീവിതം നമ്മൾ അടിയറ വെക്കേണ്ടത്. പിന്നെയോ അതൊരു ദൈവത്തിൻ്റെ കീഴിലായിരിക്കണം നമ്മുടെ ജീവിതം അടിയറ വെക്കേണ്ടത്. അങ്ങനെ അടിയറ വയ്ക്കുമ്പോൾ നമ്മളിലുള്ള വെറുപ്പും വാശിയും വൈരാഗ്യവും പ്രതികാരവും എല്ലാം കെട്ടടങ്ങും. അത് നമ്മളെ അനുഗ്രഹിക്കാൻ കാരണമായി മാറും. ഈ ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം എന്നൊക്കെ പറയുന്നത് നെഗറ്റീവ് വികാരങ്ങളാണ്. ഈ നെഗറ്റീവ് വികാരങ്ങളെ താലോലിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തലോടി മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ, കുറച്ച് കഴിയുമ്പോൾ അത് നെഗറ്റീവ് ചിന്തകൾ കൊണ്ടുവരും. അങ്ങനെ നെഗറ്റീവ് ചിന്തകൾ വരുന്നതോടുകൂടി ആ വ്യക്തിയുടെ വളർച്ച, പക്വത നഷ്ടപ്പെടാൻ കാരണമാകും. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. വെറുക്കുന്ന വ്യക്തി വളരാത്ത വ്യക്തിയാണ്. വെറുപ്പും വാശിയും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ഉയരാത്ത മനസ്സിൻ്റെ ഉടമയാണ്. വൈരാഗ്യം, പ്രതികാരം മനസ്സിൽ സൂക്ഷിക്കുന്ന വ്യക്തി, ഞാൻ പറയുന്നു, പക്വതയില്ലാത്ത വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അത് മാറിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വരാൻ ഇടയാകാതെ വരും. ഇപ്പോൾ അപ്പനോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? അല്ലെങ്കിൽ നമ്മളെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ വിധിക്കുന്ന മൈൻഡ്, വിധിക്കുന്ന മനോഭാവം മാറ്റുക എന്നാണ്. കാരണം അപ്പനോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ അപ്പനിലൂടെ, അമ്മയിലൂടെയാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളിലൂടെയാണ് നമ്മളിലേക്ക് ദൈവസ്നേഹം, മാതൃപിതൃ സ്നേഹം ഒഴുകിയിറങ്ങേണ്ടത്. ഈ മാതൃപിതൃ സ്നേഹം അപ്പനോട് വെറുപ്പ് വെച്ചുകൊണ്ടിരുന്നാൽ അത് നമുക്ക് ലഭിക്കാതെ വരും. അനുഗ്രഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ നദി നമ്മുടെ കുടുംബത്തിലേക്ക് ഒഴുകാതെ വരും. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരിക്കലും ഇവിടെ കുർബാന കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. അന്ന് അനീഷച്ചനൊക്കെ ഇവിടെയുള്ള കാലഘട്ടമാണ്. ആ വ്യക്തി അനീഷച്ചനോട് ഇതിനു മുൻപേ ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തതാണ്. എന്തോ കുറച്ചു കാലമായിട്ട് പരിഹാരമൊന്നും കിട്ടാതെ വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നു. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എൻ്റെ വീടും പറമ്പും എനിക്കൊന്ന് വിറ്റ് കിട്ടണം. എനിക്ക് കുറേ കടബാധ്യതകളുണ്ട്, അതൊന്ന് വീട്ടണം. അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഭാര്യയും ഭർത്താവും എങ്ങനെയാണ്? ബ്രദറെ, ഞാനിവിടെ വരാൻ കാരണം കടബാധ്യതയുടെ പേര് പറഞ്ഞ് എൻ്റെ ഭാര്യ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ ഭാര്യയ്ക്കൊരു ജോലിയുണ്ട്. ആ ജോലി ചെയ്ത് കിട്ടുന്ന മുഴുവൻ പൈസയും ഇദ്ദേഹത്തിൻ്റെ കടം വീട്ടാൻ മാത്രമേ ഉള്ളൂ, ബാങ്കിൽ അടയ്ക്കാനേ ഉള്ളൂ. ആ പെൺകുട്ടി ഇങ്ങനെ ചോദിച്ചു. അവിടെ നമുക്ക് തെറ്റു പറയാനൊന്നും പറ്റില്ല. ഇറങ്ങിപ്പോയത് തെറ്റാണെങ്കിലും അവിടെ ചിന്തയെ നമുക്ക് തെറ്റായി ചിന്തിക്കാൻ പറ്റില്ല. അവൾ പറഞ്ഞു, ഞാനെന്തിനാ ഇങ്ങനെ വെറുതെ കിടന്ന് അധ്വാനിക്കുന്നത്? എനിക്കോ എൻ്റെ മക്കൾക്കോ ഒരു നയാ പൈസയുടെ ഉപകാരമില്ല എൻ്റെ ഈ പൈസ കിട്ടിയിട്ട്. നിങ്ങളുടെ കടം വീട്ടാൻ മാത്രമായിട്ട് ഞാൻ അധ്വാനിക്കുന്നില്ല, ഞാൻ ഈ പരിപാടി നിർത്തി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ ഈ മനുഷ്യൻ കിടന്ന് പൊട്ടിക്കരഞ്ഞാണ് ഇവിടെ വരുന്നത്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, നാളെ വരുമ്പോൾ ജീവിത പങ്കാളിയെ കൂട്ടിക്കൊണ്ട് വാ. ചേട്ടനോട് ഇവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല, ജീവിത പങ്കാളിയെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. എന്തായാലും ആ വീട് വിട്ടു പോയ സഹോദരി വന്നു. ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി, ഒന്നിച്ച് നിന്ന് പോരാടേണ്ട വേളയിലാണ് ചേച്ചി ഒറ്റപ്പെടുത്തിയിട്ട് മാറി നിൽക്കുന്നത്. ഒന്നിച്ച് നിന്ന് പോരാടി ജയിക്കേണ്ട ഒരു മേഖലയിലാണ് ചേച്ചി ഈ മകനെ ഒറ്റപ്പെടുത്തി പോയിരിക്കുന്നത്. നിങ്ങൾ ഏക മനസ്സോടെ, ഏക ലക്ഷ്യത്തോടെ ഈ കുടുംബത്തിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ഒരാഴ്ചക്കകം ഈ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ തീരും, വസ്തു വിറ്റ് കിട്ടും, സാമ്പത്തിക കടബാധ്യതകളെല്ലാം മാറും. തയ്യാറാണോ? അതുകൊണ്ട് ചേച്ചി പോയ പോലെ തന്നെ പെട്ടിയെടുത്ത് മടങ്ങി ഈ കുടുംബത്തിലേക്ക് തിരിച്ചു വരിക. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക. മാതാപിതാക്കളും മക്കളും ഒരുമിച്ച് കരം കോർത്ത് പിടിച്ച് ഈ കടബാധ്യത ഓർത്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ദൈവം തമ്പുരാൻ ഇടപെടും. പ്രിയപ്പെട്ടവരെ, പറഞ്ഞതുപോലെ സംഭവിച്ചു. ഏകദേശം ഒന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ ആ വീടും സ്ഥലവും നല്ല വിലയ്ക്ക് കർത്താവ് വിൽക്കാൻ ഇടവരുത്തി. അങ്ങനെ കടം വീടി കിട്ടി. ഇപ്പോൾ ഇവർ വളരെ സമാധാനത്തിലാണ്. ഹല്ലേലൂയാ. ശക്തിയോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രൈസ് ദി ലോർഡ്. ഈ വെറുപ്പുള്ളിൽ വെച്ചുകൊണ്ട് അവർ ഫാനയിൽ കെട്ടിത്തൂങ്ങി പ്രാർത്ഥിച്ചാലും അവിടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുകയില്ലായിരുന്നു. അതുകൊണ്ട് അവർ സ്നേഹത്തോടെ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ കരുണയുടെ വാതിൽ അവിടെ തുറക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഗലാത്യരുടെ ലേഖനം 5-ാം അധ്യായം 15-ാം തിരുവചനം, നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ചില കുടുംബങ്ങളെ കുറിച്ച് കർത്താവ് പറയുന്ന വാക്കാണ് കടിച്ചു കീറുകയും വിഴുങ്ങുകയും ചെയ്യുന്ന കുടുംബം.
അമ്മായിയമ്മയും മരുമകളും തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിൽ, സഹോദരി സഹോദരങ്ങൾ തമ്മിൽ നിങ്ങൾ അന്യോന്യം കടിച്ചു കീറുകയും വിഴുകുകയും ചെയ്ത് പരസ്പരം നശിപ്പിക്കാതിരിക്കാൻ മേലിൽ ഈ 2025 നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിച്ചു കൊള്ളണമെന്നാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ വെറുപ്പ് നമ്മളെ സ്വയം നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് സ്വന്തം നശിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മുടെ ഉള്ളിൽ ഈ വെറുപ്പിരുന്നാൽ പ്രധാനമായിട്ട് നമുക്ക് വരുന്ന ഒരു കെണി, നമ്മൾ ആരെയാണോ വെറുക്കുന്നത് ആ വ്യക്തി ഏതൊരു മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ ആ മേഖലയെ തന്നെ നമ്മൾ നിഷേധിക്കും. ചില വീട്ടിലെ മാതാപിതാക്കൾ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, എൻ്റെ മകനെ പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ വരില്ല, എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ അവൻ ഒന്നും ചെയ്യല. എന്താ കാരണം എന്നൊന്നും അറിഞ്ഞൂടാ. അപ്പനോടും അമ്മയോടും വെറുപ്പുള്ളത് കൊണ്ട് അപ്പൻ ഏതു മേഖലയ്ക്ക് പ്രാർത്ഥനയ്ക്കാണ് മുൻതൂക്കം കൊടുക്കുന്ന അപ്പനും അമ്മയെങ്കിൽ ആ മേഖലയെ തന്നെ അവൻ ചോദ്യം ചെയ്യും. പള്ളിയിൽ പോകുന്നതിനാണ് മാതാപിതാക്കൾ മുൻതൂക്കം കൊടുക്കുന്നതെങ്കിൽ ആ മേഖലയെ അവൻ വലിച്ച് താഴെയിടും. പ്രൈസ് ദി ലോർഡ്. ശക്തിയുടെ ഹല്ലേലൂയ. അപ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഓർത്തോളണം, നിങ്ങളോടൊരു വെറുപ്പ് അവൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. നിങ്ങളോട് സ്ഥായിയായ ഒരു വിദ്വേഷത്തിൻ്റെ വേര് അവൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതാണ് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-15 തിരുവചനം പറയുന്നത്, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ചിലരിൽ ഉപദ്രവം വരുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവരെ പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. വിദ്വേഷത്തിൻ്റെ വേര് പരിക്കേൽപ്പിക്കുന്ന വേരാണ്. ആ വൃക്ഷത്തിൻ്റെ വേരിന് കോടാലി വെക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന വചനം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വെറുപ്പില്ലാത്തവര് ലോകത്തിൽ ആരുമില്ല. അല്പമെങ്കിലും ഒരു കിരികിരിപ്പ് ആരോടെങ്കിലും ഇല്ലാത്തവരാണോ നമ്മൾ? നോക്കിയോ, ഒന്ന് കിരികിരിപ്പ്, ചെറിയൊരു കിരികിരിപ്പ് മതി, അത് പിന്നെ നമ്മുടെ ഉള്ളിലിരുന്ന് വളർന്നു വലുതായിട്ട്. അതാ വിദ്വേഷത്തിൻ്റെ വേരെന്ന് പറയുന്നത്. ചെറിയൊരു വിദ്വേഷം നമ്മുടെ ഉള്ളിൽ വരുമ്പോഴേ അത് സ്തുതിച്ച് മാതാപിതാക്കൾ എടുത്തു കളയണം. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാണ് എടുത്തു കളയേണ്ടത്? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണ് ഈ വിദ്വേഷത്തിൻ്റെ വേര് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? രാത്രി കിടക്കുന്നതിന് മുൻപ് ആ കുരിശിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഇത്രയും മുറിവ് കിട്ടി. കർത്താവേ, ഇന്ന് എൻ്റെ ഭർത്താവിനെ പരിചരിച്ച് ഇത്ര കാര്യങ്ങൾ ചെയ്തത് കൊണ്ട് എനിക്ക് ഇത്രയും മുറിവ് കിട്ടി. ഈ മുറിവേൽപ്പിച്ച വേദനകൾ, ആ വേദനിപ്പിച്ച ഓർമ്മകൾ കുരിശിൻ്റെ ചുവട്ടിൽ വെക്കണം. പ്രശ്നം സൃഷ്ടിച്ച വേദനകൾ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് കിടന്നുറങ്ങിയാൽ രാത്രി സാത്താൻ കളവിടക്കാതിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശക്തിയുടെ ഹല്ലേലൂയ. പല കുടുംബങ്ങളും പ്രശ്നം സൃഷ്ടിച്ച വേദനകൾ തലയ്ക്കുള്ളിൽ വെച്ചിട്ടാണ് രാത്രി കിടന്നുറങ്ങുന്നത്. അവിടെ തന്നെ പിശാച് പണിയെടുക്കാൻ തുടങ്ങും. നമ്മുടെ പിശാച് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത് നമ്മുടെ ചിന്തകളിലാണ്. നമ്മുടെ ചിന്തകളിൽ വെറുപ്പുണ്ടാക്കിയിട്ട് ആ വെറുപ്പിൻ്റെ മേഖലയിൽ കയറിപ്പിടിച്ച് നമ്മളെ നശിപ്പിക്കുക, നമ്മളെ തളർത്തി കളയുക, നമ്മുടെ കുടുംബത്തെ ഛിന്ന ഭിന്നമാക്കി മാറ്റുക. ഇതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ സ്ട്രാറ്റജി. ഇത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ചിന്തകളിൽ പിടിച്ച് അവൻ നമ്മളെ നശിപ്പിച്ച് കളയും, ടാർഗറ്റ് ചെയ്ത് നശിപ്പിച്ച് കളയും. ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇഷ്ടമില്ലാത്ത വ്യക്തിയെ ഫോക്കസ് ചെയ്ത് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം എന്നിവയുടെ ഒരു കമ്പനി തന്നെ തുടങ്ങിയതായിട്ട് നമുക്ക് അനുഭവപ്പെടും. ഇഷ്ടമില്ലാത്ത വ്യക്തിയെ ഫോക്കസ് ചെയ്ത് നമ്മുടെ ജീവിതത്തെ ഒരിക്കലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തി തന്നെ അത് നമ്മുടെ നാശത്തിൻ്റെയും നമ്മുടെ വളർച്ചയുടെയും ഉയർച്ചയുടെയും തടസ്സമായിട്ട് നമ്മുടെ മുൻപിൽ നിൽക്കും. ഇനി വെറുപ്പും വൈരാഗ്യവും നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ സാത്താൻ പിശാച് നമ്മളെ കീഴ്പ്പെടുത്തും. ഹല്ലേലൂയ. ശക്തിയുടെ ഹല്ലേലൂയ. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നിരന്തരമായ പീഡകളായിരിക്കും. ആ വാശിയും വൈരാഗ്യവും മനസ്സിൽ വരുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് പ്രാർത്ഥനയായിരിക്കും. ഇനി പഠിക്കുന്ന കുട്ടികളോട് ഞാൻ പറയാം, നിങ്ങളുടെ ഉള്ളിൽ ആരോടെങ്കിലും അല്പം വൈരാഗ്യമുണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ നിങ്ങളെ ബാധിക്കുന്നത് നിങ്ങളുടെ പഠന മേഖലയായിരിക്കും. നിങ്ങളുടെ ഓർമ്മകളെ തന്നെ സാത്താൻ കാർന്നു തിന്നും. അങ്ങനെ നല്ല ഓർമ്മകൾ തലയിൽ ശേഖരിക്കേണ്ട കുഞ്ഞ് മോശമായ ഓർമ്മകൾ തലയിൽ ശേഖരിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഓർമ്മശക്തി പോലും പിന്നീട് കെട്ടുപോകും. പഠന താല്പര്യം അങ്ങേറ്റം ഇല്ലാതായി മാറും. പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഉള്ളിൽ വെറുപ്പിരുന്നാൽ
ക്രമേണ അത് മദ്യപാനത്തിലേക്കോ ദുശീലങ്ങളിലേക്കോ തഴക്ക ദോഷങ്ങളിലേക്കോ നമ്മുടെ മനസ്സ് പിടിച്ചു വലിക്കപ്പെടാനിടയാക്കി മാറ്റും. ഒരിക്കലും ഒരു മദ്യപാനി അദ്ദേഹം ഷെയർ ചെയ്തൊരു വലിയ കാര്യമാണ്, അത് പറയാവുന്നതായതുകൊണ്ട് ഞാൻ പറയുന്നത്. ആ മദ്യപാനി പറഞ്ഞത്, ഞാൻ ഇങ്ങനെയായി മാറിയതിൻ്റെ പിന്നിൽ എനിക്ക് മുറിവേറ്റ കുറേ ഓർമ്മകൾ കിടപ്പുണ്ട്. എന്താന്ന് ചോദിച്ചു. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ചെറിയ ക്ലാസ്സിലായിരിക്കുമ്പോൾ 6ലും 7ലും ആയിരിക്കുമ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്. ഞാൻ വീട്ടിലേക്ക് വരുമ്പോഴേ അപ്പം പറയും, പശുവിന് പുല്ലി എത്തി കൊടുക്കണം, പശുവിനെ കുളിപ്പിക്കണം. എൻ്റെ അധ്യായങ്ങളൊന്നും പഠിക്കാൻ എന്നെ അനുവദിക്കല്ല എൻ്റെ അപ്പൻ. ഞാൻ ഈ പശുവിൻ്റെ പുറകെയും ഇതിന് പുല്ല് കൊടുക്കുന്ന കാര്യത്തിലും ഇതിനെ കുളിപ്പിക്കുന്ന കാര്യത്തിലുമാണ് രാത്രി വരെ മെനക്കെടുന്നത്. നേരം വെളുക്കുമ്പോൾ ഉടനെ പറയും, ചാണകം കോരി കളയടാ. ഇതെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോകുന്നത്. എനിക്ക് എൻ്റെ അപ്പനോട് മനസ്സുകൊണ്ട് വെറുപ്പായി. എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എൻ്റെ അപ്പനെ, കാരണം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പഠിക്കാതെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ മാഷന്മാർ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്നില്ല. എനിക്കത് അതുകൊണ്ട് അപ്പനോടൊരു വെറുപ്പായി. അപ്പനോട് വെറുപ്പായപ്പോൾ അപ്പനോട് തിരിച്ചടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ മകൻ മെല്ലെ കൂട്ടുകാരെ സമീപിച്ചു. കൂട്ടുകാർ പറഞ്ഞു, അപ്പനോടുള്ള വെറുപ്പൊക്കെ മറക്കാൻ ഒരു മരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇവനെ മെല്ലെ ചെറിയ തോതിൽ മദ്യപാനത്തിലേക്ക് വലിച്ചിഴച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരൊഴിയാബാധ പോലെ മദ്യപാനം അവൻ്റെ ജീവിതത്തിൽ കുടിയേറി പാർത്തു. എത്ര പ്രാർത്ഥിച്ചിട്ടും ധ്യാനം കൂടിയിട്ടും അവൻ്റെ മദ്യപാനം മാറുന്നില്ല. ഞാൻ അവനോട് ഒറ്റ കാര്യമേ പറഞ്ഞോളൂ, നീ നിൻ്റെ അപ്പനെ കൺമുമ്പിൽ കണ്ടിട്ട് അപ്പൻ്റെ കാല് പിടിച്ച് നീ മാപ്പ് ചോദിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് സ്വർഗത്തിലെ ദൈവം നിൻ്റെ മേൽ അനുഗ്രഹത്തിൻ്റെ തീമഴ പെയ്യിക്കും, അനുഗ്രഹത്തിൻ്റെ തീമഴ പെയ്യിക്കും. അതുകൊണ്ട് നീ ഇന്ന് മദ്യപാനം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ്റെ തലയെ കൈവച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു വിട്ടു. പിന്നീട് അവന് ആ ധ്യാനം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇപ്പോൾ മദ്യപിക്കാൻ ഒരു പ്രലോഭനം പോലും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എൻ്റെ അപ്പനെ സ്നേഹിച്ച് സ്വന്തമാക്കണമെന്ന ഒരാഗ്രഹമാണ് എൻ്റെ ഉള്ളിൽ ഇപ്പോൾ കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. വർഷങ്ങളായിട്ടുള്ള വെറുപ്പ് അവനൊരു തിന്മയിലേക്കാണ് വലിച്ചു കൊണ്ടുപോയത്. പാപക്ഷമ കിട്ടാതെ വരും വെറുപ്പ് നമ്മുടെ ഉള്ളിൽ കിടന്നാൽ. ഇനി നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്നാന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ശത്രുവിനെ കേന്ദ്രീകരിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോയാൽ, അത് അയൽവാസിയായിരിക്കാം, അധികാരികളായിരിക്കാം, മറ്റേതെങ്കിലും മേഖലയിലുള്ളവരായിരിക്കാം. അപ്പോൾ അവരെ കേന്ദ്രീകരിച്ച് നമ്മുടെ ജീവിതം വ്യാഖ്യാനിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ പ്രശ്നം വരുന്നത് എന്താണെന്നറിയാവോ പ്രിയപ്പെട്ടവരെ? എൻ്റെ മുഴുവൻ നാശത്തിൻ്റെയും കാരണം അവരാണെന്ന് പറയും. ചിലരിങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ നാശത്തിന് കാരണം അവരാണ്. അങ്ങനെ പറയുന്നതിനേക്കാളും നല്ലത്, അവരോട് ഞാൻ സ്വീകരിച്ച ശൈലി ശരിയായില്ല എന്ന് പറയുന്നതാണ് കുറച്ചും കൂടെ ഉത്തമം. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. അവരോട് ഞാൻ സ്വീകരിച്ച ശൈലി ശരിയായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ക്ഷമിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കം ഒരു പരാജയമായിട്ട് നമുക്ക് തോന്നും. എന്നാൽ വിജയം ഉറപ്പുള്ള പരാജയത്തിൻ്റെ പേരാണ് ക്ഷമ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ശക്തിയുടെ ഹല്ലേലൂയ. വിജയം ഉറപ്പുള്ള പരാജയത്തിൻ്റെ പേരാണ് ക്ഷമ എന്ന് പറയുന്നത്. തുടങ്ങുമ്പോൾ അത് നമുക്കൊരു മാനസികമായിട്ടൊരു വേദനയായിട്ട് തോന്നുമായിരിക്കും, ക്ഷമിക്കാൻ പറ്റാതെയൊക്കെ വരുമായിരിക്കും. പക്ഷേ അതിൻ്റെ പരാജയമല്ല, വിജയമാണ് അവസാനം അത് ഉറപ്പിക്കുന്നത്. വിജയം ഉറപ്പുള്ള പരാജയത്തിൻ്റെ പേരാണ് ക്ഷമിച്ചു വളരുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ചെയ്യും. വിജയിച്ച ദൈവം നമ്മളോട് പറയുന്നത്, നീയും വിജയിക്കണം, ക്ഷമിക്കുന്നതിൽ വിജയിക്കണം. യേശു ആ കുരിശിൽ വിജയിച്ചത് ക്ഷമിക്കുന്നതിലാണ്. ക്ഷമിക്കുന്നതിൽ വിജയിച്ചാൽ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രവൃത്തികളിലും നമുക്ക് വിജയിക്കാൻ പറ്റും. ശക്തിയോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിച്ചേ. ദൈവമേ അനുഗ്രഹിക്കണമേ, കർത്താവേ എന്നെ കടാക്ഷിക്കണമേ, കർത്താവേ എൻ്റെ മേൽ നിൻ്റെ ശക്തമായ കരം നീട്ടി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ബൈബിൾ പറയുന്നത്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 35-ാം തിരുവചനം ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: നീ നിന്റെ സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് നിന്നോട് ക്ഷമിക്കുകയില്ല. ഈ 2025 യേശുവിൻ്റെ മനോഭാവം വേണമെന്നൊക്കെ നമ്മളിവിടെ ഒരുപാട് കേട്ടിട്ടുള്ളതല്ലേ? യേശുവിൻ്റെ മനോഭാവത്തിലേക്ക് നമുക്ക് വരണം. എന്താണത്? സകലത്തിൻ്റെ സൃഷ്ടാവായ യേശു ക്രിസ്തു ഒരു മുക്കുവൻ്റെ കാൽച്ചുവട്ടിൽ ചുരുങ്ങിയില്ലേ?
ശിഷ്യന്മാർ ചോദിച്ചു, വലിയവനാകാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യേശു ആ മുക്കുവന്റെ കാലിലേക്ക് കമന്നു വീണിട്ട് പറഞ്ഞു, ഇങ്ങനെ ചെയ്യാൻ. ഹല്ലേലൂയ, ശക്തിയുടെ ഹല്ലേലൂയ. നിനക്ക് വലിയവനാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ താഴേക്ക് വീഴുക. നമുക്ക് ആത്മീയ ആരോഗ്യമുണ്ടോ എന്ന് ദൈവം തമ്പുരാൻ പരീക്ഷിക്കുന്നതാണ്. ചിലപ്പോൾ ചില വെറുപ്പുള്ള വ്യക്തികളെ നമ്മുടെ അടുക്കലേക്ക് ദൈവം അയക്കുന്നത്. നമുക്കൊരു സ്പിരിച്വൽ ഹെൽത്ത് ഇല്ലെങ്കിൽ, ഒരു ഉടയാത്ത ആത്മീയ ഉടമസ്ഥത നമുക്കുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. നമ്മുടെ ദൈവം ആകാശത്തിനും ഭൂമിക്കും ഇടയിൽ കുരിശുമരണത്തിൽ ചുരുങ്ങിയില്ലേ? പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് കല്ലറയിൽ ചുരുങ്ങിക്കൊടുത്തില്ലേ? ഉന്നതങ്ങളിൽ വസിക്കുന്ന രാജാതിരാജനായ ദൈവം ഒരു പുൽക്കൂട്ടിൽ പിറന്നില്ലേ? പ്രപഞ്ചത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത യേശുക്രിസ്തു ഒരു കന്യകയുടെ ഉദരത്തിൽ ജന്മമെടുത്തില്ലേ? ശാസ്ത്രത്തിനും ബുദ്ധിക്കും ശക്തിക്കും മനസ്സിലാക്കാൻ പറ്റാത്ത അത്ര വലിയവനായ ദൈവം ഒരു കന്യക ഉദരത്തിൽ ചുരുണ്ടുകൂടിയില്ലേ? ഹല്ലേലൂയ, ശക്തിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നമ്മൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ. നമ്മുടെ ജീവിതത്തിൽ നിങ്ങളോട് ഞാൻ തുറന്നു പറയുന്നു, നമ്മളെ പരിഹസിച്ചവരെ പരിഗണിക്കാൻ ദൈവം ഇടയാക്കി മാറ്റും. നമ്മളെ പരിഹസിച്ചവരെ പരിഗണിക്കാൻ ഇടയാക്കി മാറ്റും. ഒരു ഉദാഹരണം കാണാം നമുക്ക്. ദാവീദിന്റെ സഹോദരന്റെ പേരാണ്, മൂത്ത ജ്യേഷ്ഠന്റെ പേരാണ് ഏലിയാബ് എന്ന് പറയുന്ന വ്യക്തി. ദാവീദ് ഗോലിയാത്തിന്റെ നേരെ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നു. ആ ചോദ്യം ഇതാണ്, സാമുവേലിന്റെ പുസ്തകത്തിലാണ്. ഈ അപരിച്ഛേദിതനായ ഇവൻ ജീവിക്കുന്ന കർത്താവിനെ ചോദ്യം ചെയ്യാനും വിമർശിക്കാനും പരിഹസിക്കാനും ഇവൻ ആരാണ് എന്ന് പറഞ്ഞപ്പോൾ, ദാവീദ് ഇത് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ ഇതിനിടയ്ക്ക് കയറി വീണിട്ട് പറഞ്ഞു, നിന്നെ ആടിനെ തീറ്റാൻ വിട്ടതല്ലേ കാട്ടില്ലേ, നീ എന്തിനിവിടെ വന്നു? നീ ഇവിടെ യുദ്ധം കാണാൻ വന്നതാണോ? നീ തിരിച്ചു പോ എന്ന് പറഞ്ഞ് അവനെ പരിഹസിച്ചു. ഏതാനും മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗോലിയാത്തിനെ തറ പറ്റിക്കുന്നത് ഈ ജ്യേഷ്ഠൻ ഏലിയാബിന് കാണേണ്ടി വന്നു. ഹല്ലേലൂയ, ശക്തിയുടെ ഹല്ലേലൂയ. നമ്മളെ പരിഹസിച്ചവര് നമ്മുടെ മുമ്പിൽ പരിഗണിക്കാൻ ദൈവം ഇടയാക്കി മാറ്റും. നമ്മളെ തെറ്റിദ്ധരിച്ചവര് പശ്ചാത്തപിക്കാൻ ദൈവം ഇടയാക്കി മാറ്റും. നമ്മളെ അവഗണിച്ചവര് അംഗീകരിക്കാൻ ദൈവം ഇടയാക്കി മാറ്റും. ഹല്ലേലൂയ, ശക്തിയുടെ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജോസഫിനെ തെറ്റിദ്ധരിച്ചു തൻ്റെ സഹോദരങ്ങൾ. അവനെ മരിച്ചു എന്ന് വ്യാജവാർത്ത പോലും പ്രചരിപ്പിച്ച് അവൻ്റെ സൽപ്പേരിന് കളങ്കം വരുത്താൻ നോക്കി. പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു. അവനെ കാട്ടുമൃഗങ്ങൾ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് അപ്പനെ തെറ്റിദ്ധരിപ്പിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ യോസഫ് പൊട്ടക്കിണർ കണ്ട് പൊട്ടിത്തകർന്നില്ല. പ്രൈസ് ദി ലോർഡ്. ജോസഫ് പൊട്ടക്കിണറിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞില്ല. ഹല്ലേലൂയ, ശക്തിയുടെ ഹല്ലേലൂയ. പൊട്ടക്കിണറിന്റെ മുമ്പിൽ പൊട്ടിക്കരയാത്തവനെ, പൊട്ടക്കിണറിന്റെ മുമ്പിൽ പൊട്ടിത്തകരാത്തവനെ, പൊട്ടിത്തെറിക്കാത്തവനെ ദൈവം ഉയർത്തിയത് എത്ര വളരെ വലുതായിട്ടാണെന്നറിയാവോ? ഹല്ലേലൂയ, ശക്തിയുടെ ഹല്ലേലൂയ. അവന് കണക്കില്ലാതെ സമ്പത്ത് ദൈവം വാരിക്കൊടുത്തെന്നാണ് ഉൽപ്പത്തിയുടെ പുസ്തകം. ഞാൻ വായിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആ പൊട്ടക്കിണറിന്റെ മുമ്പിൽ പൊട്ടിത്തകരാതെ പൊട്ടിത്തെറിക്കാതെ ആത്മസംയമനം പാലിച്ച ജോസഫിന് കിട്ടിയ അനുഗ്രഹം ഞാൻ പറയാം. ഉൽപ്പത്തിയുടെ പുസ്തകം 41-ാം അധ്യായം 48-49 തിരുവചനം. 7 വർഷവും കൂടുതലുണ്ടായിരുന്ന ഭക്ഷ്യസാധനങ്ങളെല്ലാം അവൻ നഗരത്തിൽ സംഭരിച്ചു വെച്ചു. ഓരോ നഗരത്തിനും ചുറ്റുമുള്ള വയലുകളിലെ ഭക്ഷ്യം അതാത് നഗരത്തിൽ തന്നെ സൂക്ഷിച്ചു. കടൽക്കരയിലെ മണലുപോലെ കണക്കമറ്റ ധാന്യം ജോസഫ് ശേഖരിച്ചു. അത് അളക്കാൻ വയ്യാത്തത് കൊണ്ട് അവൻ അളവ് നിർത്തി. എത്ര അളന്നിട്ടും തീരുന്നില്ല. കണ്ടോ, പൊട്ടക്കിണറിന്റെ മുമ്പിൽ സഹോദരങ്ങളോട് പൊട്ടിത്തെറിക്കാതെ പ്രശ്നങ്ങളുടെ മുമ്പിൽ ആത്മസംയമനമെടുത്ത ജോസഫിന് ദൈവം കണക്കില്ലാതെ കൊടുത്തു മാത്രമല്ല, പെറുക്കി കൊടുക്കാൻ തക്കവണ്ണം കർത്താവ് വിട്ടുകൊടുത്തു. ഹല്ലേലൂയ, ശക്തിയുടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ തെറ്റിദ്ധരിക്കുന്നവർക്ക് പെറുക്കി കൊടുക്കാൻ തക്കവണ്ണം കർത്താവ് കൃപകളാണെങ്കിലും അഭിഷേകമാണെങ്കിലും അനുഗ്രഹമാണെങ്കിലും സമ്പത്താണെങ്കിലും വാരിക്കോരിയിട്ട് തരും. പക്ഷെ ഒരൊറ്റ കാര്യമുണ്ട്, പൊട്ടിത്തെറിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
നന്ദിയോടെ ഹല്ലേലൂയ. നമുക്ക് പൊട്ടിത്തെറിക്കാനും എടുത്തിയാടാനും കലിതുള്ളാനും ഒക്കെ ഇഷ്ടംപോലെ സാഹചര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ എപ്പോഴും വന്നിരിക്കും, നമ്മുടെ കൂട്ടായ്മകളിലും വന്നിരിക്കും. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിച്ചാൽ പോലും പ്രിയപ്പെട്ടവരെ, അവിടെയൊക്കെ സംയമനം പാലിച്ച് ദൈവത്തോട് കരഞ്ഞാൽ ആ വ്യക്തിക്ക് ദൈവാനുഗ്രഹം കണക്കില്ലാതെ കിട്ടും. ഇവിടെ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള ഉയർച്ചയാണ്. കണക്കില്ലാതെ ദൈവം തമ്പുരാൻ അവന് കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. തെറ്റിദ്ധരിച്ചാൽ, നമ്മളെ തെറ്റിദ്ധരിക്കുമ്പോൾ എന്താ കുഴപ്പമെന്നറിയാം? നിവർന്നിരിക്കാമെങ്കിലേ ഞാൻ പറയുള്ളൂ. ഒരു വ്യക്തി നമ്മളെ സംശയിക്കുകയോ നമ്മളെ തെറ്റിദ്ധരിക്കുകയോ ചെയ്താൽ ആ വ്യക്തിയുടെ ആത്മാവും എൻ്റെ ആത്മാവും പരസ്പരം അകലാനിടയായി മാറും. അതുകൊണ്ടാണ് ആ വ്യക്തിയെ കാണുമ്പോൾ സംസാരിക്കാൻ തോന്നുന്നില്ല. ചിലർ പറയും, എന്താ ചെയ്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ, ഈയിടെയായിട്ട് ആ വ്യക്തി എന്നോട് സംസാരിക്കുന്നില്ല, ആ വ്യക്തി എനിക്ക് മുഖം തരുന്നില്ല, എന്താണെന്നറിയാൻ പാടില്ല, ഞാനൊന്നും അയൽവാസിയോട് ചെയ്തിട്ടില്ലല്ലോ, ഞാനൊന്നും കൂടപ്പുറപ്പിനോട് ചെയ്തിട്ടില്ലോ. ഇതാണ് കുഴപ്പം. നമ്മുടെ വീട്ടിലിരുന്ന് ആ വ്യക്തിയെ തെറ്റിദ്ധരിച്ചാൽ, ആ വീട്ടിലിരുന്ന് ആ വ്യക്തിയെ സംശയിച്ച് സംസാരിച്ചാൽ, ഈ മൈൻഡും ആ മൈൻഡും തമ്മിൽ അകന്ന് 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 അങ്ങ് പോകും. പ്രൈസ് ദി ലോർഡ്. ആണ് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 59-ാം തിരുവചനത്തിലൂടെ ദൈവമായ കർത്താവ് ലോകത്തോട് പറയുന്നത്, നീ നിന്റെ പ്രതിയോഗിയോടുകൂടെ യാത്രയ്ക്ക് പോകുമ്പോൾ നീ വഴിക്ക് വെച്ച് തന്നെ രമ്യതപ്പെടണം, അല്ലെങ്കിൽ അവൻ നിന്നെ ന്യായാധിപനെ ഏൽപ്പിച്ചു കൊടുക്കും, ന്യായാധിപൻ നിന്നെ കാരാഗ്രഹപാലകന് കൈവിട്ടു കൊടുക്കും, കാരാഗ്രഹപാലകൻ നിന്നെ കൽത്തുറുക്കിൽ അടയ്ക്കും, അവസാനത്തൊട്ടും കൊടുത്തു വീട്ടുവോളം നീ പുറത്തു വരികയില്ലെന്ന് നിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ക്ഷമിക്കാത്ത വ്യക്തി സ്വർഗം കാണില്ലെന്ന, ക്ഷമിക്കാത്ത വ്യക്തി അനുഗ്രഹം പ്രാപിക്കില്ലെന്ന, ക്ഷമിക്കാത്ത വ്യക്തി മാനസികമായിട്ട് ഉയരാതെ നിൽക്കുമെന്ന കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ചിലര് തലേ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തൊരു പീഡയാണെന്നറിയാവോ? കാരണം എന്താണെന്നറിയാമോ? വർഷങ്ങളായി ചിലരോടുള്ള വെറുപ്പ് അത് മനസ്സിലിങ്ങനെ സൂക്ഷിച്ച് അത് വലിയ കലവറ പോലെ ആയി മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇതാ തലേ കൈവയ്ക്കുമ്പോൾ അറിയാം ആ വ്യക്തിയുടെ ഉള്ളിൽ കിടക്കുന്ന വെറുപ്പിൻ്റെ, വൈരാഗ്യത്തിൻ്റെ, പ്രതികാരത്തിൻ്റെ, കുടിപ്പകയുടെ തിന്മ ഇങ്ങനെ പൊങ്ങി വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെന്താ ഞാൻ ഈ തെറ്റിദ്ധരിച്ചാൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് പറയാൻ കാരണം, ഹന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ നമുക്ക് ബൈബിളിൽ പരിചയപ്പെടാം. അതാണ് സാമുവേലിൻ്റെ അമ്മയാണ് ഹന്ന എന്ന് പറയുന്നത്. എൽക്കാനയ്ക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. അതിലൊന്നാണ് പെനീന, ഹന്ന. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, ഹന്നയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. മക്കളില്ലാത്തതിൻ്റെ പേരിൽ ഈ സ്ത്രീകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹം തുടങ്ങി. കുഞ്ഞുങ്ങളുള്ള ദമ്പതി മകൾ എന്ത് ചെയ്തു? കുഞ്ഞുങ്ങളില്ലാത്തവളെ കളിയാക്കുകയും പരിഹസിക്കുകയും പുച്ഛിച്ച് തള്ളുകയും ചെയ്തു. ഇത് കണ്ട് മടുത്താണ് ഹന്ന എന്ന് പറയുന്ന പെൺകുട്ടി ദേവാലയത്തിലേക്ക് പോകുന്നത്. അവിടെ ഇരുന്ന് നെടുവീർപ്പിട്ട് കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഏലി എന്ന് പറയുന്ന പുരോഹിതൻ പറഞ്ഞു, നീ ഈ പ്രഭാതത്തിൽ വന്ന് ഈ ദേവാലയത്തിൽ വന്ന് കരയുന്നത് നീ ഈ മധുരക്കള്ളു വല്ലതും കുടിച്ചിട്ട് വന്നതാണോ പെൺകുട്ടി? ഉടനെ അവൾ ചങ്കു പൊട്ടിയിട്ട് പറഞ്ഞു, പ്രഭോ, എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ നൊമ്പരവും മറ്റുള്ളവരുടെ അവഹേളനവും മറ്റുള്ളവരുടെ പുച്ഛിക്കുന്ന സ്വഭാവവും ഒക്കെ കണ്ടു മടുത്തിട്ടാ ഞാൻ പ്രാർത്ഥിക്കാൻ വന്നത്. അങ്ങനെ ഏലി പുരോഹിതൻ ഈ പെൺകുട്ടിയെ പരിഹസിക്കുകയും തെറ്റിദ്ധരിക്കുകയും ചെയ്തു. പക്ഷേ പ്രിയപ്പെട്ടവരെ, ഈ തെറ്റിദ്ധരിച്ച ഈ അമ്മയ്ക്ക് ദൈവം ഒരു പ്രവാചകനെയാണ് സമ്മാനമായിട്ട്, ഉദരഫലമായിട്ട് കൊടുത്തത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജാക്കന്മാരെ വാഴിക്കാൻ തക്കവണ്ണം കൃപയുള്ള ഒരു പ്രവാചകനെയാണ് ദൈവം കൊടുത്തത്. നമ്മളെ ആര് തെറ്റിദ്ധരിക്കുന്നുണ്ടോ അവൻ നമ്മളെ പരിഗണിക്കാൻ ദൈവം ഇടയാക്കി മാറ്റും, ഇന്നല്ലെങ്കിൽ നാളെ. ഇനി വെറുപ്പല്ല ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കേണ്ടത്, പ്രതികാരദാഹമല്ല മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം ബൈബിളിൽ വേറൊരു സംഭവമുണ്ട്. ഈശോ ഒരുവൻ്റെ വീട്ടിൽ വിരുന്നിന് പോയപ്പോൾ ആ വിരുന്നിൽ വെച്ച് ഒരു പാപിനിയായ സ്ത്രീ വന്ന് യേശുവിൻ്റെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തപ്പോൾ മാറി നിന്ന് ഫരിസയരും നിയമജ്ഞനും ചോദിച്ചു, നിന്റെ പാദം പിടിക്കുന്നതും നിന്റെ പാദങ്ങളിൽ സ്പർശിക്കുന്നതും ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത വിവേകശൂന്യത നിനക്കുണ്ടോ? ഉടനെ കർത്താവ് വിളിച്ചു പറഞ്ഞു, അല്പം ക്ഷമിക്കുന്നവൻ, അല്പം സ്നേഹിക്കുന്നവൻ അല്പം മാത്രം ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പിന്നീട് ആ പെൺകുട്ടിയാണ്, കണ്ടോ, നാട്ടുകാരുടെ മുമ്പിൽ പുച്ഛിച്ച് തള്ളിക്കളഞ്ഞ പെൺകുട്ടിയാണ് പിന്നീട് യേശുവിൻ്റെ ഉയർപ്പ് പ്രഖ്യാപിക്കാൻ ഓടി നടന്ന പെൺകുട്ടി. പ്രൈസ് ദി ലോർഡ്. തെറ്റിദ്ധരിക്കപ്പെട്ടാൽ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഗണിക്കാൻ ദൈവം അവസരം കൊടുക്കും. നിന്നെ ഇൻസൾട്ട് ചെയ്താൽ നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ദൈവം ഇന്നല്ലെങ്കിൽ നാളെ അവസരമൊരുക്കും. നിന്നെ റിജക്റ്റ് ചെയ്താൽ നിന്നെ പരിഗണിക്കാൻ, നിന്നെ സ്വീകരിക്കാൻ ദൈവം അവസരമൊരുക്കും. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ ജീവിതത്തിലേക്ക്, പുതിയ വർഷത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഇൻസൾട്ട് ചെയ്തവൻ്റെ പുറകെ നടന്ന് അവനോട് പ്രതികാരം ചെയ്യാനുള്ള വായ്മൊഴികളും പ്രവർത്തികളും മുന്നോട്ട് വയ്ക്കാതെ ഇൻസൾട്ട് ചെയ്തവനോ അനുഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ നോക്കിക്കോ. അത് നമുക്ക് ജീവിതത്തിൽ അവനിലൂടെ വലിയ കാര്യങ്ങൾ ചെയ്യാനിടയാകും മാറും. ഇവിടേക്കുന്ന ദമ്പതികളോട് ഞാൻ ചോദിക്കട്ടെ, കല്യാണം കഴിച്ച് വീട്ടിൽ വന്നപ്പോൾ നിന്നെ എല്ലാവരും അവഗണിച്ചുവോ? സ്കൂളിലും ഓഫീസിലും നിന്റെ പ്രവർത്തന മണ്ഡലങ്ങളിലും നിന്നെ മറ്റുള്ളവർ ഇൻസൾട്ട് ചെയ്തോ? ഇതാ നീ മറ്റുള്ളവരുടെ മുമ്പിൽ ഉയർത്തപ്പെടാൻ പോകുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ മുന്നിൽ നിർത്താൻ കർത്താവ് കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ ഹല്ലേലൂയ. നിന്നെ വിലയില്ലാതെ കണ്ടവര് പശ്ചാത്തപിക്കാൻ ദൈവം ഇടയാക്കി മാറ്റും. ഗോലിയാത്തിനെ ഒരു വിലയില്ലാത്തവനായിട്ടാണ്, ദാവീദിനെ ഒരു വിലയില്ലാത്തവനായിട്ടാണ് ഗോലിയാത്ത് കണ്ടത്. ഗോലിയാത്ത് ദാവീദിനെ നേരെ നോക്കിയിട്ട് ചോദിച്ചത്, ഈ ചത്ത പട്ടി ഇവനാണോ എനിക്കെതിരെ വരുന്നത്? ഇത്തിരി പോന്ന ഈ കൊച്ചു ചെറുക്കനാണോ എനിക്കെതിരെ മല്ലിടാൻ വരുന്നതെന്ന് ചോദിച്ച് അവഹേളിച്ചു. നിമിഷം കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ, അവനെ ദൈവം തറപറ്റിക്കാനിടയാക്കി മാറ്റി. ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിളിൽ യാബസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. 1 ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം 9-ഉം 10-ഉം തിരുവചനം. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, അറം പറ്റുന്ന വാക്കാ. എൻ്റെ മകനെ ഞാൻ നൊന്തു പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവനെ യാബസ് എന്ന് പേരിട്ടു. അതിൻ്റെ അർത്ഥം, ഇവൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് വേദന മാത്രമേ ഉള്ളൂ എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അതാ മകന് സഹിക്കാൻ പറ്റാതെ വന്നു. ഇവൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം വേദന മാത്രമേ ഉള്ളൂ എന്ന് യാബസ് എന്ന പേരിട്ട് ആ മകനെ താഴ്ത്തിക്കെട്ടി സ്വന്തം അമ്മ. ദൈവം ചെന്ന് അവനെന്തോ പ്രാർത്ഥിച്ചെന്നറിയാവോ? ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ അപേക്ഷ ദൈവം കേട്ടു. ഹല്ലേലൂയ. ഉപേക്ഷിക്കപ്പെട്ടവൻ്റെ അപേക്ഷ ദൈവം കേട്ടു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ അതിരുകളെ വിസ്തൃതമാക്കി തരണമേ. ദൈവം അവൻ്റെ പ്രാർത്ഥന കേൾക്കുകയും അവൻ്റെ അതിരുകൾ വിസ്തൃതമാക്കി അവന് വലിയ ഉയർച്ച കൊടുത്തു എന്നാണ് ബൈബിൾ കാണുന്നത്. ഹല്ലേലൂയ. ശക്തിയോട് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മറ്റൊരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, നമ്മുടെ കുടുംബത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ വിലയിടിഞ്ഞു. ഇതാണ് ചിലർ ചിന്തിക്കുന്നത്. വേറൊരു സ്ത്രീ എൻ്റെ കുടുംബത്തിലേക്ക് വന്നപ്പോൾ എൻ്റെ വിലയിടിഞ്ഞു പോയി, എനിക്ക് അർഹിക്കുന്ന ബഹുമാനം കിട്ടുന്നില്ല. വേറൊരു വ്യക്തി ശുശ്രൂഷയിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ ആ സ്ഥാനം എനിക്ക് തെറിച്ചു എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ഹല്ലേലൂയ. ഇല്ല പ്രിയപ്പെട്ടവരെ, വിലയിടിഞ്ഞ മുറിവിൻ്റെ നൊമ്പരം പേറുന്നവരെ വിലയിട്ട് കാണുന്ന കർത്താവിൻ്റെ മുമ്പിലാണ് ഞാനും നിങ്ങളും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് കരമെടുത്ത് കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗോലിയാത്തിൻ്റെ അകത്തിരുന്ന ദൈവം ഗോലിയാത്തിനെ വിജയിക്കാൻ അനുവദിച്ചു. നമ്മുടെ ഉള്ളിൽ വചനം പ്രബലപ്പെട്ടാൽ ക്രിസ്തു നമ്മളിൽ സ്ഥിരപ്പെടും. ക്രിസ്തുവിൻ്റെ മനോഭാവം നമ്മളിൽ കുടിയിരിക്കും. അതുകൊണ്ട് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുക, ദൈവമേ ക്ഷമിക്കാൻ. ഒരുപാട് മേഖലകൾ എൻ്റെ ജീവിതത്തിലുണ്ട്, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. 3 മേഖലയിലാണ് നമുക്ക് അനുരഞ്ജനം വേണ്ടത്. 3 മേഖലയിൽ നമുക്ക് അനുരഞ്ജനം കർത്താവ് ഒരുക്കി തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ മേഖല, തന്നോട് തന്നെ അനുരഞ്ജനപ്പെട്ടേ പറ്റൂ. ഈ 2024 അവസാനം തന്നോട് തന്നെ അനുരഞ്ജനപ്പെടുക. ജോബിൻ്റെ പുസ്തകം എടുത്താൽ കാണാം, ജോബ് ചില സമയത്തിലൊക്കെ വീണു പോയിട്ടുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം. ജോബ് ദൈവത്തോട് ഇങ്ങനെ സംസാരിച്ചു. ജനിച്ച ദിവസത്തെ ശപിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഞാൻ ജനിച്ച ദിവസം ശപിക്കപ്പെടട്ടെ, ഒരാൺകുട്ടി രൂപം കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ രാത്രി ശപിക്കപ്പെടട്ടെ, ആ ദിവസം അന്ധകാര ആവൃതമാകട്ടെ, ആ ദിനത്തെ ദൈവം വിസ്മരിക്കട്ടെ, അതിൻ്റെ മേൽ പ്രകാശം ചൊരിയാതിരിക്കട്ടെ. ഉണ്ടോ? രോഗം വന്നപ്പോൾ ദൈവത്തിന് മുമ്പിൽ വിലപിച്ചുകൊണ്ട് ആ മനുഷ്യൻ പറയാണ്, ഇങ്ങനെ ഒരു വിധി എനിക്ക് വന്നതിൽ ഞാൻ ഖേദിക്കുന്നു ദൈവമേ. ജോബിന് തന്നോട് തന്നെ ക്ഷമിക്കാൻ പറ്റിയില്ല. എന്നിട്ട് 10-ാം അധ്യായത്തിൽ പാടുന്ന കർത്താവിനെ കുറ്റപ്പെടുത്തുകയാണ് ജോബ്.
ഞാൻ കാണിച്ചു തരാം. 10-ാം അധ്യായത്തിൽ ഒക്കെ പിന്നീട് കുറ്റപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. 10-ാം അധ്യായം 18-ാം തിരുവചനം. അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്തിനങ്ങ് എന്നെ പുറത്തു കൊണ്ടുവന്നു? ജന്മം ലഭിക്കാത്തവനെ പോലെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോയിരുന്നെങ്കിൽ, ആരും എന്നെ കാണുന്നതിന് മുൻപ് ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. യോബ് ദൈവത്തോട് ചോദിക്കുകയാണ്, ഞാൻ എന്തു തെറ്റു ചെയ്തിട്ടാണ് എനിക്ക് ഗതികേട് വന്നത്? യോന ദൈവത്തോട് കോപിച്ചു, ഞാൻ എന്തു തെറ്റു ചെയ്തിട്ടാണ് നീ എന്നെ ഇട്ട് പീഡിപ്പിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, വലിയ കാര്യം മനസ്സിലാക്കേണ്ടത്, എനിക്കെന്നും ഭാരമാണ്, എനിക്കെന്നും ദുഃഖമാണ്. ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ. എൻ്റെ ജീവിതം പരാജയമാണ്, എനിക്കെന്നും കഷ്ടകാലമാണ്, എല്ലാവരും എന്നെ വെറുക്കുന്നു, ഞാനൊരു അധികപ്പറ്റാണ് എന്നേതെങ്കിലും വ്യക്തി ചിന്തിക്കുന്നെങ്കിൽ ആ വ്യക്തി തന്നോട് തന്നെ ക്ഷമിച്ചിട്ടില്ല. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? തന്നോട് തന്നെ ക്ഷമിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഇത് ഒരുപാട് പേര് പറയുന്നതാ, ഒന്ന് ചത്ത് കിട്ടിയിരുന്നെങ്കിൽ ബ്രദർ ഒന്ന് പ്രാർത്ഥിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനങ്ങനെ പ്രാർത്ഥിക്കുകയില്ല. കാരണം ദൈവം തമ്പുരാൻ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പറയുമോ, നീ മരിക്കുന്നതാണ് നല്ലതെന്ന്? നീ പോയി ആത്മഹത്യ ചെയ്ത് ജീവിതം ഒടുക്കുന്നതാണ് നല്ലതെന്ന് കർത്താവ് പറയുമോ? കർത്താവ് പറയാത്തത് എന്നെ കൊണ്ട് എന്തിനാ പറയിപ്പിക്കാൻ നിൽക്കുന്നത്? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എന്താ പ്രിയപ്പെട്ടവരെ, തന്നോട് തന്നെ ക്ഷമിക്കാതെ വരുന്നാൽ അതിൻ്റെ പരിണതഫലം എന്നാണെന്നറിയാവോ? പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം നമുക്കുണ്ടാകും. ദുർവാശി, പിടിവാശി നമ്മുടെ ജീവിതത്തിലുണ്ടാകും. കണക്കില്ലാതെ നിർബന്ധ ബുദ്ധി, സ്വയം മുറിപ്പെടുത്തുക. ചിലർക്ക് വെറുപ്പ് കയറി കഴിഞ്ഞാൽ സ്വന്തം ചങ്കിത്തല്ലി കരഞ്ഞ് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കാരണം എന്നാണെന്നറിയാവോ? തന്നോട് തന്നെ അനുരഞ്ജനപ്പെട്ടിട്ടില്ല ആ വ്യക്തി. തൻ്റെ ഏതോ ഒരു മേഖലയോട് ക്ഷമിക്കാനുണ്ട്, ക്ഷമിക്കാതെ കിടക്കുന്നത് കൊണ്ടാണ് തന്നെ മുറിവേൽപ്പിക്കുന്നത്. അതാ ചില പിള്ളേർ പറയണത്, ബ്ലേഡ് വെച്ച് മുറിച്ച് ഞാൻ ചാകും. വേണേ അവരെ ചെയ്യുകയും ചെയ്യും. കാരണം എന്നാണെന്നറിയാവോ? തന്നോട് തന്നെ രമ്യതപ്പെട്ടിട്ടില്ല. ഈ 2024 സമാപന ദിവസം നമ്മളോട് തന്നെ രമ്യതപ്പെടണം. നമ്മുടെ എന്തോ കളറ് കുറവിനോട്, നമ്മുടെ എന്തോ കഴിവ് കുറവിനോട്, നമ്മുടെ എന്തോ ഒരു മേഖലയിൽ ഒരു കുറവുണ്ടെന്നുള്ളൊരു തോന്നലാണ് നമുക്ക് നമ്മളോട് തന്നെ ക്ഷമിക്കാൻ പറ്റാതെ ഇപ്പോഴും കിടക്കുന്നത്. രണ്ടാമത് നമുക്ക് ക്ഷമിക്കേണ്ട മേഖല അപരനോട് ക്ഷമിക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ വളർന്നു വന്ന സാഹചര്യങ്ങളും വളർത്തിയ വ്യക്തികളോടും ആ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ലഭിച്ച സംഭവങ്ങളോടും നമ്മൾ ക്ഷമിച്ചാലേ നമ്മുടെ ആന്തരിക മനുഷ്യൻ ശക്തി പ്രാപിക്കുള്ളൂ. എന്നാലേ ശരീരത്തിനും മനസ്സിനും സൗഖ്യം കിട്ടുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എല്ലാ ഓർമ്മകളും ഇങ്ങനെ സൂക്ഷിക്കേണ്ട ഓർമ്മകളല്ല. നമ്മളെ പരിക്കേൽപ്പിക്കുന്ന ഓർമ്മകൾ നമ്മുടെ തലയ്ക്കുള്ളിൽ നിന്ന് എടുത്തു ദൂരെ കളയണം. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. അവരനോട് ക്ഷമിച്ചാൽ ഈ മലയിളകി കടലിൽ പോകും. മറ്റൊരുത്തനോട് ക്ഷമിച്ചാൽ ഈ വൃക്ഷം കടപുഴകി ഇളകി കടലിൽ പോയി വേരുറയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് വിദ്വേഷമുള്ളവനോട് ക്ഷമിച്ചാൽ കിട്ടുന്ന ദൈവാനുഗ്രഹത്തെ കുറിച്ച് ബൈബിൾ പറയുന്നത്. ക്ഷമിച്ചാൽ ഇരട്ടി കൃപ ദൈവം തമ്പുരാൻ തരും. ജോബ് എന്ന് പറയുന്നവനെ 3 കൗൺസിലർമാർ, നീ കൗൺസിലർ എന്ന് പറഞ്ഞപ്പോൾ കൗൺസിലർമാർ എന്നോട് വഴക്കുണ്ടാക്കണ്ട. ജോബിന് 3 കൂട്ടുകാരുണ്ടായിരുന്നു. അവർ കൂടെ ജോബിനെ കൗൺസിലിംഗ് ചെയ്ത് തന്നെ അവൻ്റെ മനസ്സ് തകർത്തു. പല കാര്യങ്ങൾ പറഞ്ഞ് അവൻ്റെ ഉണ്ടായിരുന്ന ദൈവസ്നേഹം കൂടെ ചുരുട്ടി വെക്കാൻ തയ്യാറായി മാറി. പ്രിയപ്പെട്ടവരെ, എന്നാൽ ജോബ് അവസാന നിമിഷം തന്നെ വേദനിപ്പിച്ച, തന്നെ കുറ്റപ്പെടുത്തിയ, നിന്റെ ഗതികേടിൻ്റെ കാരണം നിന്റെ പാപമാണെന്ന് പറഞ്ഞാൽ, നിനക്ക് ഈ ദുർഗതി വന്നത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് പറഞ്ഞ തൻ്റെ സഹോദരർക്ക് വേണ്ടി ജോബ് പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ ഉണ്ടായ ഗുണം എന്നാണെന്നറിയാവോ? ജോബിന് ഇരട്ടി അനുഗ്രഹം ദൈവം തിരിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ബൈബിളിൽ ഇരട്ടി അനുഗ്രഹം എന്ന് പറയുന്നത് കുറെ സമ്പത്തിട്ട് മൂടി എന്നല്ല. അതിൻ്റെ അർത്ഥം ജോബിന് ഡബിൾ ബ്ലെസ്സിങ്ങും ഡബിൾ അനോയിന്റിങ് കർത്താവ് കൊടുത്തു. ഈ 2024 അവസാനത്തിൽ ഒന്ന് മനസ്സ് തുറന്ന് ജീവിത പങ്കാളിയോട്, മക്കളോട്, അയൽവാസിയോട്, അധികാരികളോട് ഒന്ന് ക്ഷമിക്കാൻ നമുക്ക് തയ്യാറായാൽ, പ്രിയപ്പെട്ടവരെ, ഞാൻ തുറന്നു പറയുന്നു, ഡബിൾ ബ്ലെസ്സിങ് ആൻഡ് ഡബിൾ അനോയിന്റിങ് എന്ന് പറഞ്ഞാൽ ഇരട്ടി അഭിഷേകം ദൈവം തമ്പുരാൻ നമ്മുടെ മുമ്പിൽ വെച്ച് നമ്മളെ വെല്ലുവിളിക്കും. ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവം ക്ഷമിക്കുമ്പോൾ
ദൈവം ഇറങ്ങി വരും. ക്ഷമിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കും. ക്ഷമിക്കുമ്പോൾ നമ്മുടെ തെറ്റുകൾ മറയ്ക്കപ്പെടും. ക്ഷമിക്കുമ്പോൾ നമ്മുടെ ബലി ദൈവം സ്വീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ നമുക്ക് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കണം പ്രിയപ്പെട്ടവരെ. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് എനിക്കും അറിയാം. ഇത് പറയുന്ന എനിക്കും അറിയാം, ക്ഷമിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന്. പക്ഷേ അത് സാധിച്ചു കിട്ടിയാൽ ഡബിൾ അനോയിൻറ്റിങ്, ഡബിൾ ബ്ലെസ്സിങ്. പ്രൈസ് ദി ലോർഡ്. ഇനി മൂന്നാമത്തത് ദൈവത്തോട് രമ്യതപ്പെടുക എന്നുള്ളതാണ്. മൂന്നാമത്തെ മേഖല. ഒന്ന് തന്നോട് തന്നെ രമ്യതപ്പെടുക, തൻ്റെ അപരനോട് രമ്യതപ്പെടുക. മൂന്നാമത്തത് ദൈവത്തോട് രമ്യതപ്പെടുക. യോബും യോനായും കൂടെ ദൈവത്തോട് ചോദിക്കുമായിരുന്നു, ഞാനൊരു നുണയെങ്കിലും പറഞ്ഞെങ്കിൽ എനിക്ക് ശിക്ഷ കിട്ടിയെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. നമ്മളും പറയുന്ന ഇത് തന്നെയാണ്. എന്തുകൊണ്ട് എനിക്ക് ഈ കടബാധ്യത വന്നു? എനിക്ക് ഒരു ജപ്തി നോട്ടീസ് വന്നിട്ടും ഈ ദൈവം ഇടപെടാത്തതെന്ത്? ദൈവത്തെയാണ് ചിലർ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേറെ ചിലർ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? ദൈവം ജന്മം കൊണ്ട് ചിലരെ സമ്പന്നരാക്കി മാറ്റി, ദൈവം ജന്മം കൊണ്ട് ചിലരെ ദരിദ്രരാക്കി മാറ്റി. ആ ദൈവത്തെ അംഗീകരിക്കേണ്ട കാര്യമുണ്ടോ? ഇങ്ങനെയാണ് ഈ ലോകത്ത് നിരീശ്വരവാദികൾ വന്നിരിക്കുന്നതിൻ്റെ കാരണം. ജന്മം കൊണ്ട് ഒരുത്തനെ ദരിദ്രനാക്കി മാറ്റി, ജന്മം കൊണ്ട് ഒരുത്തനെ സമ്പന്നനാക്കി മാറ്റി. ഈ ദൈവത്തെ എങ്ങനെ അംഗീകരിക്കും? ഈ ദൈവത്തെ എങ്ങനെ സ്വീകരിക്കും? പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ മനസ്സിലാക്കണം. സമ്പന്നർ മാത്രം ഉണ്ടെങ്കിൽ ഈ ലോകം നിലനിൽക്കുകയില്ല. താഴെ ആൾക്കാരും വേണം, ചെറിയവരും വേണം, വലിയവരും വേണം കർത്താവിൻ്റെ രാജ്യം ഈ ഭൂമിയിൽ നിലനിൽക്കാൻ. ഹല്ലേലൂയ. അടിച്ചു തൂപ്പുകാരുണ്ടെങ്കിൽ നമ്മുടെ ടൗണിലേക്ക് കയറുമ്പോൾ വൃത്തി ഉണ്ടാകുള്ളൂ. ഹല്ലേലൂയ. അവരും വേണം സ്വർഗത്തിന്. മീൻപിടുത്തക്കാരനുണ്ടെങ്കിൽ നല്ല ശാപ്പാട് രുചികരമായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മീൻപിടുത്തക്കാർ കുറവാന്ന് പറയരുത്. പ്രൈസ് ദി ലോർഡ്. സമ്പന്നനാണ് വലിയവനെന്ന് പറയരുത്. തൂമ്പ കളിക്കുന്നവനുണ്ടെങ്കിൽ നമുക്ക് വാരി എന്തെങ്കിലും കഴിക്കാനുള്ളത് കിട്ടുള്ളൂ. അതുകൊണ്ട് ചെറിയവനെയും വലിയവനെയും ദൈവൻ്റെ അണ്ടുതട്ടിൽ സൃഷ്ടിച്ചതല്ല. ഈ ലോകത്ത് സമതുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയാണ് ചെറിയവനെയും വലിയവനെയും ഒരുപോലെ കർത്താവ് സൃഷ്ടിച്ചത്. അല്പബുദ്ധികളായ നമ്മൾ അനന്തജ്ഞാനമായ ദൈവത്തെ ചോദ്യം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തത്. ഇതാണ് ജോബ് പറഞ്ഞത്, ഞാൻ എൻ്റെ ദൈവവുമായിട്ട് രമ്യതയിലായി സമാധാനത്തിൽ കഴിഞ്ഞോളാം. ഇനി ഞാൻ എൻ്റെ ദൈവത്തോട് ചോദ്യം ചെയ്യുകയില്ല. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ച പുസ്തകമാണ് ജോബിൻ്റെ പുസ്തകം. ഈ ബൈബിളിൻ്റെ ഒരു പ്രത്യേകതയാണ്, ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ബൈബിളിൻ്റെ മുഴുവൻ പ്രത്യേകത. നീ എവിടെ എന്ന് ചോദിച്ചാ ബൈബിൾ തുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തോട് അനുരഞ്ജനപ്പെടണം. നമ്മുടെ വേദനയിൽ നമ്മൾ ആത്മഹത്യയുടെ വക്കോളം എത്തിയിട്ടും എന്തുകൊണ്ട് ദൈവം ഇടപെട്ടില്ല എന്നല്ല പറയുന്നത്. നിർണായക നിമിഷം വരുമ്പോൾ കർത്താവ് ഇറങ്ങി വരും. ഹല്ലേലൂയ. നിർണായക നിമിഷം വരുമ്പോൾ കർത്താവ് നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തൂണായിട്ട് കിടക്കും. ഹല്ലേലൂയ.